തിരക്കേറിയ റോഡാണ്. അപ്പോൾ എത്രയും വേഗം ഈ ബസ് ഇവിടെ നിന്ന് നീക്കം ചെയ്യേണ്ടതുണ്ട്. ഇപ്പോൾ താൽക്കാലികമായി പാലത്തിന് മുകളിലൂടെ ഗതാഗതം നിരോധിച്ചിട്ടുണ്ട്. ബസ് ഉയർത്താനുള്ള ശ്രമങ്ങൾ നടക്കുകയാണ്. അതിനുശേഷം മാത്രമായിരിക്കും ഈ പാലത്തിലൂടെ വാഹനങ്ങൾ കടത്തിവിടുക. അപ്പോൾ അതിൻ്റെതായ തിരക്ക് നഗരത്തിലുടനീളമുണ്ട്. ഇപ്പോൾ ലഭിക്കുന്ന വിവരമനുസരിച്ച് 30 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. അതിൽ 2 പേരുടെ നില ഗുരുതരമാണ്. 9 പേരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഏതാനും പേരെ സ്വകാര്യ ആശുപത്രിയിൽ തൊട്ടടുത്തുള്ള ഈ അപകടം സംഭവിച്ചതിന് തൊട്ടടുത്തുള്ള ബേബി ആശുപത്രിയിലും പ്രവേശിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും അത്തരം വിവരങ്ങൾ കൂടി 30 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്ന വിവരം കൂടി, പുതിയ വിവരം കൂടി ഒരു ഘട്ടത്തിൽ വരുന്നുണ്ട്. അതിൽ 2 പേർക്കാണ് ഗുരുതരമായി പരിക്കേറ്റിട്ടുള്ളത് എന്നുമാണ് പ്രാഥമികമായി ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് 2 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. ഗുരുതരമായി പരിക്കേറ്റവരിൽ ഒരാൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും ഒരാൾ ബേബി മെമ്മോറിയൽ ആശുപത്രിയിലുമാണ്. മറ്റ് പരിക്കുള്ളവരിൽ 9 പേരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും മറ്റുള്ളവരെ സ്വകാര്യ ആശുപത്രികളുമായി പ്രവേശിപ്പിച്ചിട്ടുണ്ട്. അതാണ് പ്രാഥമികമായി നമുക്ക് ഈ പരിക്കേറ്റവരെ സംബന്ധിച്ച് നമുക്ക് നൽകാൻ കഴിയുന്ന വിവരം. എന്തായാലും അവരുടെ വിശദാംശങ്ങൾ ഉൾപ്പെടെയുള്ളവ അല്പസമയത്തിനകം ലഭ്യമാകും നമ്മൾ പ്രതീക്ഷിക്കുന്നു. നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ ഏറ്റവും ആദ്യം ഇപ്പോൾ ഈ അപകടത്തിൽപ്പെട്ടവരെ, ബസ്സിലുണ്ടായിരുന്നവരെ പുറത്തെടുക്കാനുള്ള ശ്രമമായിരുന്നു ആദ്യഘട്ടത്തിൽ നടത്തിയിരുന്നതെങ്കിൽ ഈ മുഴുവൻ പേരെയും പുറത്തെത്തിച്ചതിന് ശേഷം ഇപ്പോൾ ഈ ബസ് ഉയർത്താനുള്ള ശ്രമത്തിനാണ് പരിഗണന കൊടുക്കുന്നത്. ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുകയാണ്. അതിനുശേഷം ഈ അപകടവുമായി ബന്ധപ്പെട്ട് കൃത്യമായ ഒരു വിവരം, അതുമായി സംബന്ധിച്ച കൃത്യമായ വിവരം നമുക്ക് ലഭിക്കും. എത്ര പേരുണ്ടായിരുന്നു, എത്ര പേർക്ക് പരിക്കേറ്റിട്ടുള്ളതിൽ അതീവ ഗുരുതരാവസ്ഥയിലുള്ളവരുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഏറെ നേരം ഈ ബസ് നിരങ്ങി നീങ്ങി എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ആ ദൃശ്യങ്ങൾ, ആ പാട്, ഈ ബസ് നിരങ്ങി നീങ്ങിയതിന്റെ പാട് റോഡിലുണ്ട്. അപ്പോൾ വലിയ അപകടം തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ ഈ സമയം കൂടി പ്രധാനപ്പെട്ട കാര്യമാണ്. 4 മണിക്ക് ശേഷമാണ് ഈ അപകടം ഉണ്ടാകുന്നത്. സ്കൂൾ വിദ്യാർത്ഥികൾ, വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളടക്കം യാത്രികരായി എത്തുന്ന സമയം കൂടിയാണ്. ഒപ്പം തന്നെ ഈ നേരത്തെ ദൃക്സാക്ഷി സംസാരിച്ചപ്പോൾ പറഞ്ഞത് സീറ്റ് ഫുള്ളായിരുന്നു. ഒപ്പം തന്നെ ബസ് ഏതാണ്ട് ഫുള്ളായ ഒരു അവസ്ഥയിലാണ്, പൂർണ്ണമായും തിരക്കുള്ള ഒരു അവസ്ഥയിലായിരുന്നു ഈ അപകടം ഉണ്ടായത് എന്നും പറയുന്നു. ഒപ്പം തന്നെ ഒരു ബൈക്ക്, ഒരു ഇരുചക്ര വാഹനം തിരിഞ്ഞു വരുന്ന സമയത്ത് ആ ഇരുചക്ര വാഹനത്തിൽ ഇടിക്കാതിരിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി ബസ് വേഗത്തിൽ വെട്ടിച്ചതിനിടെ അപകടമുണ്ടായി. ബസ് മറിഞ്ഞു. അങ്ങനെ ഈ റോഡിൽ, ഈ പാലം അവസാനിക്കുന്നിടത്ത്, അതായത് ഈ ഭാഗത്ത് വെച്ച് മറിഞ്ഞു. അവിടെ നിന്ന് നിരങ്ങി നീങ്ങി വന്നു, താഴോട്ട് പതിച്ചു, ഇവിടെ വന്ന് നിന്നു എന്നാണ് പറയുന്നത്. ബസിന്റെ മുൻവശം ഏതാണ്ട് പൂർണ്ണമായും തകർന്ന അവസ്ഥയിലാണ്. മറ്റ് കാര്യമായ കേടുപാടുകളില്ലെങ്കിൽ മുൻവശത്ത് കാര്യമായി തകർന്ന അവസ്ഥയിലാണ് ഉള്ളത്. ആ ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്, ബസിന്റെ ദൃശ്യങ്ങൾ കാണുന്നുണ്ട്. ഇപ്പോൾ ഈ ബസ് ഉയർത്താനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണ്. താൽക്കാലികമായി ഗതാഗതം പാലത്തിന് ഇരുവശത്തുകൂടെ, താഴത്തുകൂടെ ക്രമീകരിച്ചിട്ടുണ്ട്. എന്നാലും ബസ് ഉയർത്തിയതിനു ശേഷം പരിശോധനകൾ കൂടി നടത്തേണ്ടി വരും. അപകടവുമായി ബന്ധപ്പെട്ട പരിശോധനകൾ കൂടി നടത്തിയതിനു ശേഷമായിരിക്കും ഈ പാലത്തിലൂടെ മറ്റു വാഹനങ്ങൾ കടത്തിവിടുക, പൂർണ്ണമായും ഗതാഗതത്തിന് തുറന്നു കൊടുക്കുക. എന്തായാലും 30 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്ന ഏറ്റവും പുതിയ വിവരമാണ് പങ്കുവെക്കാനുള്ളത്. അതിൽ 2 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് എന്നും ഈ ഘട്ടത്തിൽ വിവരം ലഭിക്കുന്നു. 9 പേരെ ഇപ്പോൾ ഷബീർ പറഞ്ഞത് അനുസരിച്ചാണെങ്കിൽ ആ ബസിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്ന നിലയിലാണ് എന്ന് പറയുന്നു. അപ്പോൾ ഡ്രൈവർ അടക്കമുള്ള ആളുകൾ പരിക്കേറ്റവരിൽ ഉണ്ടോ? അത്തരത്തിൽ എന്തെങ്കിലും വിവരങ്ങളുണ്ടോ? കാരണം മുൻഭാഗത്താണ് കൂടുതൽ പരിക്ക് എന്ന് പറയുമ്പോൾ ഡ്രൈവർ അടക്കമുള്ളവർക്ക് ഈ സൈഡിലൊക്കെ ഇരിക്കുന്ന ആളുകൾക്ക് കൂടുതൽ പരിക്ക് പറ്റാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഡ്രൈവർ അടക്കമുള്ളവർ ഈ പരിക്കേറ്റവരിലുണ്ടോ? പ്രാഥമികമായ ആ വിവരങ്ങൾ അറിയാൻ കഴിയുന്നുണ്ടോ?